ഹലോ വെൽക്കം ടു എറ്റ് അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 ഞാൻ ട്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈനായിട്ട് എജു പോർട്ടിലായിരുന്നു. അപ്പം എജു പോർട്ടിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു വീഡിയോ ആർക്കും ഉള്ളൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്കുണ്ടായിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്നാലും നിങ്ങൾ നന്നായിട്ട് തന്നെ ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു ഡിസിഷനിലേക്ക് എത്തിയാൽ മതി. കാരണം ഇപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ +2 ഒക്കെ വരുന്ന കുട്ടികളൊക്കെ ഓൺലൈനായിട്ടാണ് ട്യൂഷൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം റിവ്യൂസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം എന്നാലും ഈ ഒരു റിവ്യൂ നിങ്ങൾ കേട്ട് നോക്കാം കേട്ടോ. അപ്പം എന്നാലും എനിക്ക് ഇവിടെ ഫീ വന്നിട്ടുണ്ടായിരുന്നത് 5000 രൂപയായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് അറബിക്ക്, മലയാളം ഒക്കെയുള്ള കുട്ടികൾക്ക് അതിനകത്ത് തന്നെ ലാംഗ്വേജസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ഷോർട്ട് ക്ലാസ്സസ് ആണ് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് കാണുന്നത്. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്ററിനെ തന്നെ ഒരുപാട് പാർട്ടുകളായിട്ടായിരിക്കും അവർ വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര മുതൽ ഇത്ര വരെയുള്ള പാർട്ട് ഒരു ദിവസം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടുണ്ടാവും. അതായിരിക്കും നമ്മുടെ ഡെയിലി ടാസ്ക് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ആ ഒരു ഡെയിലി ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു വീക്കിൻ്റെ എൻഡിൽ നമുക്ക് ലൈവായിട്ട് ആ ഒരു വീക്കിൽ എടുത്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവായിട്ടുള്ള ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ എക്സാമുകൾ അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് PYQs ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിൽ തന്നെ നമുക്ക് PYQs ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരുപാട് ഇതുപോലെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഓൺലൈനായിട്ടുള്ള സെൻറ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ പലരും നമുക്ക് ആവശ്യമില്ലാത്തത്, +2ന് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് എജു പോർട്ടിൽ കൂടുതലായിട്ടും നമുക്ക് എന്താണോ എക്സാമിന് ആവശ്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ചേരുന്നത് +2ൻ്റെ സ്വന്തമായിട്ടുള്ള ബാച്ചിലാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ +2ൻ്റെ മാത്രമുള്ള ബാച്ചിലാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് +2ന് എക്സാമിന് എന്താണ് ആവശ്യമുള്ളത് അത് മാത്രമാണ് അവിടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ എജു പോർട്ടിൽ പഠിച്ചിട്ടുള്ള ആരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവർ പറയുന്നുണ്ടാവുക അവിടുത്തെ ഒരു മെൻ്റൽ സപ്പോർട്ടിനെ കുറിച്ചായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് റിവ്യൂസിലൊക്കെ ഞാൻ മെൻ്റൽ സപ്പോർട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പം ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഓരോ വീക്കിലും ഒരു നമ്മളെ വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുകയും നമ്മൾ ക്ലാസ്സൊക്കെ കാണുന്നില്ലെന്ന് അന്വേഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതൊരു ഓൺലൈൻ ട്യൂഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും പെൻഡിങ് ആയിട്ട് വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. പെൻഡിങ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം എക്സാമിൻ്റെ തലേന്ന് പോലും ഇപ്പോൾ എനിക്കൊക്കെ ക്ലാസ് കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ചില കുട്ടികൾക്കെന്ന് പറയുന്നത് ആ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ എക്സാം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റും. ബട്ട് എൻ്റെ കേസിലൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ക്ലാസ് കണ്ട് നന്നായിട്ട് എൻ്റെ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ആ ഒരു തലേന്ന് പോലും ക്ലാസ് വയ്ക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പെൻഡിങ് വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഓരോ ദിവസവും എടുക്കുന്ന, അതായത് ഓരോ ദിവസത്തെയും നമ്മുടെ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങൂ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ലാബും കൂടെ ഇവിടെ നമുക്ക് എജു പോർട്ടിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ലാബും നമുക്ക് എങ്ങനെ ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യണമെന്നുള്ളതൊക്കെ കറക്റ്റ് ആപ്പിനകത്ത് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്.